വെൽക്കം ടു ട്രൈറൂട്ട്. നമുക്ക് ഇന്നത്തെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു സപ്പോർട്ടായ ഏരിയയാണ്. സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിലെ വിക്കിനെയാണ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി മാർക്ക് ചെയ്തിടുന്നത് ഒരു ക്യാൻഡലിലെ ഹൈ ആണ്. നോക്കിയാൽ കാണാം ഈ ക്യാൻഡലിന്റെ മുകളിൽ നമുക്ക് ഒരു FEG കാണാം. അപ്പോൾ ആ ഒരു ഹൈനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു FEGയും ഇവിടെ ഉണ്ട്. ആ ഒരു FEGനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. FEG എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ കാണാം ആ ഒരു ഏരിയയിൽ ഒരു റെസിസ്റ്റൻസും കൂടി ഉള്ളതാണ്. മൾട്ടിപ്പിൾ ടൈം ഇവിടേക്ക് ഇറങ്ങി വന്ന് മാർക്കറ്റ് പലതവണ ഇറങ്ങി വന്ന് മുകളിലോട്ട് പോയി ബ്രേക്ക് ചെയ്തതാണ്. അപ്പോൾ ഒരുപക്ഷെ വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു FEG പ്ലസ് റെസിസ്റ്റൻസിനെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. പിന്നെ അതിന്റെ മുകളിൽ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. നോക്കിയാൽ കാണാം ഇതെല്ലാം റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതിനെ തൽക്കാലം മാർക്ക് ചെയ്യുന്നില്ല, കാരണം അങ്ങോട്ട് എത്തുമെന്നുള്ള പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് തൽക്കാലം മാർക്ക് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വൺ ഡേ ചാർട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം മനസ്സിലാവും. മാർക്കറ്റ് ഇന്നലെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ കാണാം മുകളിലോട്ടോ താഴോട്ടേക്കോ പോകാത്ത രീതിയിൽ ഒരു ഇൻഡിസിഷൻ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യാൻഡിലിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇന്നും എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നും അറിയില്ല. ഒരുപക്ഷെ ഇതിന്റെ ഹൈയോ ലോയോ എടുക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തിടുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് കൂടുതൽ കീ ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം. 1 ഹവറിലേക്ക് നോക്കിയാൽ കാണാം നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന ഹൈ, അതായത് ഈ ഒരു ഇന്നലത്തെ ക്യാൻഡിലെ ഹൈ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ FEGയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നതാണ്. അതുപോലെ ലോ എന്നും പറയുന്നതും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ FEGയിൽ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇപ്പോഴും നോക്കിയാൽ കാണാം മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു FEGയിലേക്കാണ്. അതുപോലെ തന്നെ മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോളേഷൻ ലെവലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഇനി 1 ഹവർ ചാർട്ടിലെ മറ്റൊരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവൽ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് അവിടെ ഹിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു നല്ലൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഈ ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ മാത്രമല്ല അതൊരു ചാനലുമായിട്ടും ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 15 മിനിറ്റ്സിലോട്ട് പോയിട്ട് മറ്റെന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് വളരെ കൺഫ്യൂസ്ഡ് ആയ ഒരു ഏരിയയിൽ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരു നിയറസ്റ്റ് സപ്പോർട്ട് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ആ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് ഒരു തവണ എടുത്തിട്ടുണ്ട്. വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് ഒരിക്കൽ കൂടി കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ലൊരു പാറ്റേൺ കൺഫർമേഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. മുകളിലോട്ട് എൻട്രി സാധ്യത കാണുന്നുണ്ട്. അത് ഏറെക്കുറെ ഈ ഒരു ചാനൽ വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ബ്ലാക്ക് ലൈൻ വരെ എക്സ്പെക്ട് ചെയ്യാം. ബ്ലാക്ക് ലൈനിലെ കളറ് മാറ്റിയിടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഒരുപക്ഷെ വീണ്ടും ഒന്നും കൂടി താഴോട്ടേക്ക് വന്നിട്ടായിരിക്കും ഒരു കൺഫർമേഷൻ കിട്ടുക. അതായത് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതിന് ശേഷമായിരിക്കും കൺഫർമേഷൻ കിട്ടുക. അപ്പോഴും നമുക്ക് ഒരു എൻട്രി സാധ്യത ഉണ്ട്. ആ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ചാനലിലെ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിന്റെ മുകളിൽ വെച്ചിട്ടാണ്. അതിന്റെയും കളർ ഒന്ന് മാറ്റിയിടുന്നുണ്ട്. അതിന്റെ താഴെ എടുക്കരുത്. അതായത് മാർക്കറ്റ് ഒരുപക്ഷെ ഇങ്ങോട്ട് ഇറങ്ങി വന്നതിന് ശേഷം റീടെസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അതിന്റെ താഴെ എടുക്കരുത്. മാർക്കറ്റ് ഇതിന്റെ മുകളിൽ വന്നതിന് ശേഷം, അതായത് ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ വേണം. കൺഫർമേഷൻ വേണമെന്ന് പറയാൻ കാരണം ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ആ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പക്ഷേ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ആക്ട് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ റീടെസ്റ്റും ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നല്ലൊരു കൺഫർമേഷൻ വേണമെന്ന് പറഞ്ഞത്. നല്ലൊരു മൂവ്മെന്റ്, ബുള്ളിഷ് മൂവ്മെന്റ് തന്നാൽ മാത്രം അതിനെ ബേസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അവിടെ നിന്നൊരു ബൈ എടുക്കുക. അതുപോലെ തന്നെ സെല്ല് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്നൊരു സെൽ എൻട്രി ഉണ്ട്. പക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അടുപ്പിച്ച് സപ്പോർട്ട് ഏരിയാസ് ആയതുകൊണ്ട് നമുക്ക് സെൽ എൻട്രി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു കീ ഏരിയയിൽ വന്നതിന് ശേഷം ബൈയിലേക്ക് നോക്കാം നമുക്ക്. അതുപോലെ തന്നെ മുകളിലോട്ട് വന്നിട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്ന്
മാർക്കറ്റ് ഹിറ്റ് ചെയ്ത ഏരിയയാണ്. ഒരുപക്ഷെ അവിടേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ അവിടെ നിന്നൊരു സെൽ എൻട്രിയും കൂടി ഉണ്ട്. നോക്കിയാൽ കാണാം അവിടെ ഒരു ചാനലും കൂടി ഉണ്ട്. അപ്പോൾ ആ ചാനലിൽ ബേസ് ചെയ്തിട്ട് സെൽ എൻട്രി വരികയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്കായിരിക്കാം നമുക്കൊരു സെല്ലിന്റെ ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ വീണ്ടും വരാം. ഈ ലെവൽ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത ഒരു ലെവലാണ്. നോക്കിയാൽ കാണാം. അതുകൊണ്ടാണ് ഈ ലെവലിലേക്ക് ആയിരിക്കും എന്ന് പറയുന്ന ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമത്തെ ടാർഗറ്റ് ഈ പറഞ്ഞ ഈ ഒരു ബ്ലൂ ലൈനിലേക്ക് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഏരിയാസിലേക്ക് തന്നെയാണ് വരാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത്. പിന്നെ മറ്റൊരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയും ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സെൽ എൻട്രി ഉണ്ട്. അത് ഇവിടം വരെ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് അതിനും താഴെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. തൽക്കാലം ഇവിടം വരെ ചെയ്താൽ മതി. കാരണം വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു പക്ഷെ വീണ്ടും നല്ല രീതിയിൽ കൺഫർമേഷൻ കിട്ടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുമല്ലാതെ താഴോട്ടേക്ക് വരാനും സാധ്യതകളുണ്ട്. പക്ഷെ തൽക്കാലം ഇവിടം വരെ ചെയ്താൽ മതി. താഴോട്ടേക്ക് വരികയാണെങ്കിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയയാണ്. വീണ്ടും മുകളിലോട്ട് പോവാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ പറയുന്ന കീ ഏരിയാസിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.